അവരാധിക്കുന്ന സമയത്ത് എനിക്ക് ഫേസ് ചെയ്യാൻ വേണമെന്നാണോ? ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഒരു കാര്യം പറയാം. ഈ ഈ ഇതിനകത്ത് ഈ ഒരു ഇപ്പം ഈ കറണ്ട്ലി കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം എന്ന് പറയണത് RP. ഓക്കെ, പേഴ്സൺ ടു പേഴ്സൺ ഇൻട്രാക്ഷൻ ആണ്, എല്ലാം ശരിയാണ്, വിർച്വൽ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പം മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളിൽ നമ്മൾ ഇപ്പം TV ആയിട്ട് സിറ്റുവേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് കുറേ കാര്യങ്ങൾ പുറത്തേക്ക് പോണത്, OC-യിലേക്ക് പോണത്. എന്നാൽ അതിൽ മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം പുണ്ടച്ചി മക്കളുണ്ട്, മനസ്സിലായോ? ഒരു കൂട്ടം പുണ്ടച്ചി മക്കൾ അതിനു വേണ്ടി മാത്രം ഇരിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഈ പറയണത് പോലെ എന്താ നമ്മുടെ TV വേഴ്സസ് T47 സിറ്റുവേഷൻ കഴിഞ്ഞപ്പോൾ സിറ്റുവേഷൻ തോറ്റതിൻ്റെ ബേസിസിൽ ഞാൻ ഇതുവരെ അപരാധിക്കാനും അല്ലെങ്കിൽ ഞാൻ ഈ പറയണത് പോലെ വേറെ ഒന്നിനും പോയിട്ടില്ല. അവിടെ കുറച്ച് അവന്മാരുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇവന്മാരുടെ ഫ്രസ്ട്രേഷൻ കുറച്ചധികമാണ്. കുറച്ചധികം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ലൈവുകളിലും സ്ട്രീമുകളിലും മാത്രം എന്താ മാന്യം കളിക്കുന്ന കുറച്ച് അവന്മാരെയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവന്മാര് കഴിഞ്ഞ ഈ സിറ്റുവേഷൻ കഴിയുമ്പോൾ 1-2 പേരല്ല, ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് കഴിഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു T47 നടക്കുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാമെന്ന്. അതിൽ 2 എണ്ണം ഞാൻ ഇന്ന് കാണിച്ചു തരാം. ബാക്കി വരുന്ന ദിവസങ്ങളിലും ബാക്കി ഈ പറയണത് ഓരോരുത്തന്മാർ ഇവന്മാർ ഇതിനൊക്കെ എന്ത് പറയണമെന്ന് എനിക്ക് കാണണം, മനസ്സിലായ? ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പുതിയ പരിപാടിയെ T47 ചാറ്റാണ് ഇത് കണ്ട TV-യിലുള്ള ആൾക്കാരുടെ റിയൽ ലൈഫിലുള്ള ഫോട്ടോസ് എടുത്തിട്ട് ഗർഭിണിയാക്കുക. ഇത് കണ്ട, ഇത് ഇവനെയാണ്, നമ്മുടെ ജുഗ്രുവിനെ, ഇത് നമ്മുടെ ലോലനെ. ഇതൊക്കെയാണ് ഇവന്മാരുടെ സന്തോഷം, മനസ്സിലായ? ഇവന്മാരുടെ സന്തോഷം ഇതൊക്കെയാണ്. ഇവന്മാരുടെ സന്തോഷം ഇങ്ങനെ കൊണ്ട് പോസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഇവന്മാരുടെ സന്തോഷങ്ങൾ. എടാ ദാമു, കൊച്ചുപുണ്ടച്ചി, അവരാധി പട്ടിത്തായോളി, നിന്റെ മറ്റേ കുണ്ണ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് എനിക്ക് അവരാധിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, പുണ്ടച്ചിയുടെ മോനെ, മനസ്സിലായോ? ഞങ്ങൾ പിന്നെ വേണ്ടാന്ന് ഞങ്ങളും തിരിച്ച് അതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ ഞാനും നീയൊക്കെ തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലാതായി പോകും. ഇതൊക്കെയാണ് ഇവന്മാരുടെ സന്തോഷങ്ങൾ. ഇതൊക്കെയാണ്. ഇതാണ് ഇവന്മാരുടെ സ്ഥിരം പരിപാടി. അതായത് എക്സ്ട്രീം ഓസി വർച്ചിലാണ് ഇതിന് പരിപാടി. ഇനി എക്സ്ലാൻഡിസ് സെർവറിനകത്ത് ഈ പറയണ ഈ കൂട്ടത്തിലുള്ള നമ്മുടെ കൂട്ടത്തിൽ ആരുടെയും പറയുവാണെങ്കിൽ അത് ഞങ്ങൾ സെർവറിൽ നിന്ന് ഞങ്ങൾക്ക് അമ്മമാരോടെ കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള രീതിയിൽ തന്നെ പറയും. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് ബാക്കിയുള്ളവരുടെ കാര്യമാണ്. അണ്ടിക്ക് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു പുണ്ടച്ചിമോൻ അതിനകത്ത് ഉണ്ടെങ്കിൽ ഇൻ ഗെയിമിനകത്ത് ഒരു ഓസി പറഞ്ഞാൽ പുണ്ടച്ചിമോനെ ദാമുനെ നിന്നെ വീട്ടിൽ വന്ന് ഞാൻ ഇടിക്കും, ഒരു സംശയമില്ല. നീ ഗുണ്ടയെന്ന് വിളിച്ചോ അണ്ടിന്ന് വിളിച്ചോ എന്ന് വിളിച്ചോ, എൻ്റെ ഫാമിലിയോ എൻ്റെ ആൾക്കാരെയോ എൻ്റെ പേഴ്സണൽ കാര്യം എന്തെങ്കിലും വിളിച്ച് ഡ്രാഗ് ചെയ്താൽ നിന്നെ ഞാൻ വീട്ടിൽ വന്ന് തല്ലും പുണ്ടച്ചിമോനെ, ഒരു സംശയവും ഇല്ല ഇതിനകത്ത്. ഒരു സംശയമില്ല. ഇനി എന്ത് കേസ് വേണമെങ്കിലും ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ്. ഒരു അതർ ദാൻ ഗെയിം പറയണൊക്കെ ഗെയിം ഒരു പ്രശ്നമില്ല. OC-യിൽ എൻ്റെ കാര്യങ്ങളോ ഞാൻ അറിഞ്ഞു, നീയൊക്കെ VC-യിൽ ഇരുന്ന് പറഞ്ഞ എൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെ കാര്യവും എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും നീയൊക്കെ VC-യിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ POV എൻ്റെ ഉണ്ട്. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എടുത്ത് വെച്ച് കാണിച്ചു കൊടുക്കും, മനസ്സിലായോ നിങ്ങൾക്ക്? എന്നിട്ട് അന്നേരം എൻ്റെ അടുത്ത് ആരും ചോദിക്കൂല എന്തിനാണ് ഞാൻ ഇത്രയും ട്രിഗർ ആവുന്നതെന്ന്, എന്തിനാണ് ഞാൻ ഇതിനൊക്കെ ട്രിഗർ ആവുന്നതെന്ന് നീ ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കത്തില്ല. ഒന്നിത്. രണ്ടാമത്തെ കാര്യം സ്പീഡ് ATX. കൊട്ടവാസു അവിടെ എവിടെയോ നിൽക്കുക. കഴിഞ്ഞ ദിവസത്തെ സിറ്റുവേഷൻ എടുക്കുന്നതിന് മുമ്പത്തെ നമ്മുടെ എല്ലാ ഓൺലൈനിലൊക്കെ വന്ന് നന്മമരം കളിക്കുന്ന നമ്മുടെ സ്പീഡ് എണ്ണൻ്റെ ചാറ്റാണ് T47 ഇതിനകത്ത്. കൊട്ടവാസ് അവിടെ നിൽക്കുകയാണ്. ആൻഡ് അതുപോലെ വേറൊരു മാന്യനും കൂടെ ഈ മൊണ്ണ എനിക്ക് തല്ലണം എന്ന് പറയണ ഒരു അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളായിപ്പോയി. എന്നാലും എനിക്ക് അത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. അത് ഞാൻ പിന്നെ പറഞ്ഞോളാം. ആരെങ്കിലും ചോദിച്ചു വരുമ്പോൾ ഞാൻ അതിന് കൊടുത്തോളാം. ഇനി ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയട്ടെ ഗൈസ്. ഈ ഡയോസ് എന്ന് പറയുന്ന ക്ലാൻ അല്ലെങ്കിൽ ഡയോസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്യാങ് ഇവിടെ നമ്മുടെ കൂടെ കളിക്കുന്നതിൽ എനിക്കിനി യാതൊരു താല്പര്യമില്ല. ഞാൻ കളിക്കത്തുമില്ല, മനസ്സിലായോ? ഞാൻ അത് കളിക്കത്തുമില്ല. ഇതിനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വൈറ്റ് വാഷ് ചെയ്തായിരിക്കും, എടാ അവൻ ATXൻ്റെ കൂട്ടുകാർ എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് TV-യിലുള്ള ഏതെങ്കിലും ഒരുത്തൻ നമ്മുടെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോയ ആൾക്കാരെ ഇരുന്ന് ലൈവ് ഇട്ടോ ഇതുപോലെ അവരാധിക്കുമ്പം ആൾക്കാർ വന്ന് ചോദിക്കുന്നത് എന്നോടാ, മനസ്സിലായോ? ഒബ്വിയസ്ലി ഞാൻ
റെസ്പോൺസിബിൾ ആയിരിക്കും. സോ അപ്പോൾ ഡയോസിന്റെ ടാഗ് ഇട്ട് കളിക്കുന്ന ഇങ്ങനത്തെ പൊണ്ടച്ചികൾ ഇങ്ങനെ ഓരോ അപരാധങ്ങൾ കാണിക്കും. ഇത് ഗൈസ് ഓഫ്ലൈനിൽ ഇങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ചാറ്റിലൊക്കെ ഇങ്ങനെ ആണെങ്കിൽ ബാക്കി എന്തായിരിക്കും നിങ്ങൾക്കൊക്കെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. സോ അതിന് ഞാൻ റെസ്പോൺസിബിൾ ആണ്. അതുകൊണ്ട് ഈ പറയണത് പോലെ ഞാൻ ടി വിയുടെ കാര്യങ്ങൾക്ക് റെസ്പോൺസിബിൾ ഉള്ളതുപോലെ ഡയോസിന്റെ കാര്യങ്ങൾ ആരെങ്കിലും ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ഏറ്റെടുക്കണം, മനസ്സിലായി? അല്ലാതെ എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കളിക്കാം, ഒരു പ്രശ്നം അവർക്ക് പ്രശ്നമില്ലായിരുന്നെങ്കിൽ എക്സലാൻഡിസിൽ പോയി കളിക്കാം എന്നൊന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല. ഇങ്ങനത്തെ കുറച്ച് കുണ്ണുകളെ ആദ്യം നിലക്കി നിർത്തണം, മനസ്സിലായി? എന്നാലേ ഇവിടെ അടിയും വഴക്കും ഇല്ലാതെ കളിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഫ്രസ്ട്രേഷൻ മാറിയാലേ ഇവിടുത്തെ ഇതൊക്കെ ശരിയാവത്തുള്ളൂ. ഞാൻ പറയണതിൽ എനിക്ക് ഒരു തെറ്റുണ്ടെന്ന് തോന്നിയിട്ടില്ല ഗൈസ്. തെറ്റുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല, എനിക്കൊരു തെറ്റും തോന്നിയില്ല. കാരണം ഇവന്മാരൊക്കെ ഇവിടെ വന്നാൽ ഞാൻ ഒബ്വിയസ്ലി ട്രിഗേർഡായി പോകും. ഈ പറയണ ഞാൻ കണ്ട ആൾക്കാരൊക്കെ ഇവിടെ സിറ്റിയിൽ വന്നിരുന്ന കൊണ പറയുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ ട്രിഗേർഡ് ആവും. അപ്പോൾ എനിക്ക് ടി വി വേഴ്സസ് ഡയോസ് ആക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇതാണ് ഞാൻ ഇത്രയും ദിവസമായിട്ട് പറയണം. അല്ലാതെ എനിക്ക് ഇവന്മാർ ഇവിടെ വന്ന് ഇതാക്കണേ. കുറേ പേര് ന്യായീകരിച്ചായിരുന്നു, സ്പീഡൊന്നും ചെയ്യത്തില്ല, അവനൊന്നും ചെയ്തിട്ടില്ല, അവനൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ കുറേ പേര് ന്യായീകരിക്കുമായിരുന്നു, മനസ്സിലായി? ഇതിനി എങ്ങനെ വേണേൽ നിങ്ങൾക്ക് വൈറ്റ് വാഷ് അടിക്കാം, എനിക്കൊരു പ്രശ്നമില്ല. T47 ചാറ്റാണിത്. ഇതല്ല ഇതിൻ്റെ ബാക്കിയുള്ള കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇതെല്ലാം എടുത്തു വെച്ച് ഞാനിങ്ങനെ വരുന്ന ദിവസങ്ങളിൽ എനിക്ക് കാണിക്കണം എന്നുള്ളൊരു കാര്യം എനിക്കുണ്ടായിരുന്നു, മനസ്സിലായ? ഇത് ഞാൻ അന്ന് കാണിക്കാതിരുന്നത് അതിനകത്തൊന്നും അങ്ങനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ പറയണ ഒരു സാധനം വളരെ കുറവായി എനിക്ക് ഇത് കിട്ടിയിട്ടുള്ളൂ. പേഴ്സണൽ ബ്രോ ഇത് പേഴ്സണൽ അല്ലേ, ബ്രോയ്ക്ക് ഇതെങ്ങനെ കിട്ടി? ഇത് പ്രൈവസി വയലേഷൻ അല്ലേ? ഓ, ഇത് പ്രൈവസി വയലേഷൻ ആണോ? എടാ, ഞാനൊരു കാര്യം നിന്റെ അടുത്ത് സിമ്പിളായിട്ട് പറയാം. ഈ സാധനം ഈ ഓഫ്ലൈനിൽ ഇരുന്ന് അപരാധിച്ചിട്ട് ഓൺലൈൻ വന്ന് നന്മമരം കളിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യമില്ലാത്തത്. അതാണ് എനിക്ക് താല്പര്യം. അത് നിർത്തണം. അതെങ്ങനെ? അതാണ് നിർത്തേണ്ടത്. നിങ്ങളോട് ഞാൻ എങ്ങനെ ഇപ്പൊ പറഞ്ഞു മനസ്സിലാക്കും ഇവർക്ക് ഓഫ്ലൈനിൽ എന്നോട് പ്രശ്നമില്ലെന്ന്? നിങ്ങളോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അതാ എന്റെ ചോദ്യം. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? പിന്നെ വേറൊരു കാര്യമുണ്ട്. അവിടെ ഈ പറയണത് പോലെ അതിനകത്ത് കളിക്കണം ബേസിക് എത്തിക്സ് ഉള്ള കുറച്ച് ആൾക്കാർ, അതായത് പറഞ്ഞിട്ടുണ്ട് ബ്രോ ആർ പി ആയിട്ട് കാണുന്നുള്ളൂ, പക്ഷെ അവിടെ കുറച്ച് ദിവസമായിട്ട് നടക്കുന്നത് ഹ്യൂമിലിയേഷൻ ആണ്. ഇത് തന്നെ സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം ആൾക്കാരെ ഇത് ഇങ്ങനെയാണോ എൻജോയ് ചെയ്യേണ്ടത്? ഇതൊക്കെ ന്യായീകരിക്കുന്ന നിങ്ങളൊക്കെ എന്ത് പറയണോടാ? ഇങ്ങനെയൊക്കെയാണോ എൻജോയ് ചെയ്യണം ഒരു ഗെയിമിന്റെ പുറത്ത്? ഇങ്ങനെയൊക്കെയാണോ സന്തോഷം കണ്ടെത്തുന്നത്? നമ്മൾ എത്ര ഗ്യാങ്സ് ആയിട്ട് അടി ഉണ്ടായിട്ടുണ്ട്, നമ്മളിത് ചെയ്യുന്നുണ്ടോ? ഇതിലാണോ സന്തോഷം ഉണ്ടെങ്കിൽ? എടാ, ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. നീയൊക്കെ സാഡിസ്റ്റാ, നീയൊക്കെ ലിറ്ററലി 100% സാഡിസ്റ്റാ. ADX XD2A നീയൊക്കെ സാഡിസ്റ്റ് ആണ്, മനസ്സിലായ? പറയാതിരിക്കാൻ വയ്യ. ഇതൊക്കെ നീയൊക്കെ വിധി ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടടാ ഒരു ഗെയിമിന്റെ പേരിൽ. ഇവരൊക്കെ കളിക്കുന്ന ക്യാരക്ടേഴ്സ് ഇല്ലേ? ഇത് ജുഗ്രു, ഇത് സിംഗിൾ ലോളൻ. അവനൊരു ക്യാരക്ടർ ഉണ്ട്, അവന് ക്യാരക്ടർ അപ്പിയറൻസ് ഉണ്ട്. കളിയാക്കുമ്പോൾ അത് കളിയാക്കണം. അപ്പൊ ദാമ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവന്റെ അപ്പിയറൻസ് ഞാൻ എടുത്ത് വെച്ചിട്ട് ഞങ്ങളുടെ ഡിസ്കോഡിൽ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കൊക്കെ സന്തോഷം വരുമോ? എല്ലാത്തിനും ഒരു ലിമിറ്റ് ഒക്കെ ഉണ്ട്. ലൈക്ക് അത് മാത്രം ചെയ്യുക. അത് അല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് ഈ പറയണത് പോലെ ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ നിന്നാ ബ്രോ ഇതിന് സമയം ഉണ്ടാവുള്ളൂ, മനസ്സിലായി? ഇത് കുറച്ച് ദിവസമായിട്ട് ഈ നമ്മളുമായിട്ട് ഇവർ T47 സിറ്റുവേഷൻ ആവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇത് ഞാൻ ഇപ്പം പറയാനുള്ള കാരണം പറയാം. ടി വിയിലുള്ള പ്ലേയേഴ്സിനോട് കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയണത് പോലെ ഈ T47 നോർമൽ ഇപ്പോൾ ഗ്യാങ് ആക്ടിവിറ്റി പോലും ഇല്ല ഇവിടെ സിറ്റിസനായിട്ട് അവർ സിറ്റുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് TV അത് കറണ്ട്ലി നിന്ന മെമ്പേഴ്സിനോടും ബാക്കിയുള്ളവരടുത്ത് നീയൊക്കെ നക്കി കയറിയതല്ലേ, അത് ചെയ്യുമല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവർ ഇതാക്കണം. എനിക്ക് അതിനെപ്പറ്റി അതിനോട് യോജിച്ചു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത് വന്ന് എനിക്ക് പറയണമെന്ന് തോന്നി അത് പറഞ്ഞത്. അതായത് ഓൺലൈൻ അപരാധം കാണിക്കുവാണെങ്കിൽ ഓൺലൈൻ ഇരുന്നെങ്കിൽ അപരാധം കാണിക്കണം, അല്ലാതെ ഓഫ്ലൈൻ ഇരുന്നിട്ട് മാന്യം കളിച്ചിട്ട് ഓൺലൈനിൽ വന്നിട്ട് ഓഫ്ലൈനിൽ ഇരുന്ന് അപരാധം കാണിക്കരുത്, മനസ്സിലായ? അതാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ഒബ്വിയസ്ലി ഈ പറയണതിൽ ഡയോസിലുള്ള മെമ്പേഴ്സിനും ഇതിൽ ഈ ഞാനൊരു മാറ്റർ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഗൈസ്. എനിക്ക് എന്തെങ്കിലും അടി ഉണ്ടാക്കാനോ വല്ല താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം മറ്റേ ചരണോ എന്തുകൂടെ അവൻ്റെ പേര് ചരണെന്നാണെന്ന് തോന്നുന്നു, VPD ഉണ്ടായിരുന്ന ഒരു പ്ലെയർ മുച്ചിറിയെ റിക്രൂട്ട് ചെയ്തപ്പോൾ അതിനകത്ത് വന്നിട്ട് മുച്ചിറിയൊക്കെ TV എടുത്ത് മയിരെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് ഞാൻ അന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ എന്തോ പറഞ്ഞു ഗൈസ്, അത് വിട്ടുതരാം, അവൻ എന്തെങ്കിലും അബദ്ധത്തിൽ പറഞ്ഞു പോയതായിരിക്കും, പോട്ടെ. എനിക്ക് ഇഷ്യൂ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അത് മാത്രം എനിക്ക് ധാരാളമായിരുന്നു. അത് മാത്രം. ഞാൻ പിന്നെയും വേണ്ട ഒഴിച്ചു വിടാന്ന് പറയുമ്പോൾ ഇതിൽ ഒരു മെമ്പറെങ്കിൽ ഒരു മെമ്പർ ഇവന്റെ പേരിന് മുമ്പിൽ ഡയോസ് ഉണ്ടെങ്കിൽ അവൻ റെസ്പോൺസിബിൾ ആണ് അതിന്. ഇതുപോലത്തുള്ള ആൾക്കാരെ അത് കഴിഞ്ഞിട്ട് ഫ്ലഫിയുടെ ഒരു വീഡിയോ കൂടെ വന്നായിരുന്നു, TV ടർഫില്ലെന്ന് പറഞ്ഞ് ചിരിക്കണത്.
അതിപ്പോ ഞാനിപ്പോ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ടർഫിന്റെ കാര്യം, നമുക്കിവിടെ ടർഫ് ഡിഫെൻഡിങ് ആണ് കിട്ടിയത്. ടർഫ് ഡിഫെൻഡിങ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പം നമുക്ക് ഡിഫെൻഡിങ് കിട്ടിയത് കൊണ്ട് നമുക്ക് ഈ പറയണത് പോലെ അറ്റാക്ക് ചെയ്തെടുക്കാൻ, അല്ല ഡിഫെൻഡിങ് അറ്റാക്കിംഗ് ആണ് നമുക്ക് കിട്ടിയത്. ഈ അറ്റാക്കിംഗ് അടിച്ചെടുക്കാൻ നമുക്ക് കുറച്ച് പാടുണ്ടായിരുന്നു, പുതിയ പാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുവാണെങ്കിൽ ഞാൻ ലൈവ് ഇട്ടിട്ട് പറയണ്ടേ, അയ്യേ TGയുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചില്ലേ ഡയോസ് എന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞ് ചിരിച്ചാൽ നിനക്കൊക്കെ വിഷമം വരുമോ? അല്ല നിനക്കൊക്കെ വിഷമം വരുമോ? അല്ല നമ്മൾ 50 തൊട്ടൊന്നും അടിച്ചിട്ടുണ്ടല്ലോ ഈ പറയണത് പോലെ അവന്മാരെ. അപ്പോൾ TGയുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചില്ലേ ഡയോസ് എന്ന് പറഞ്ഞ് കളിയാക്കി ഞങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എന്ത് ഫീൽ വരും? ഈ സെയിം സാധനമുള്ളൂടെ. അത് ഓരോ മെമ്പേഴ്സും അതിനകത്ത് റെസ്പോൺസിബിൾ ആയിരിക്കണം. അപ്പം ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നിങ്ങളൊക്കെ റെസ്പോൺസിബിളാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളും കുണ്ണത്തരങ്ങളും കാണിക്കാതിരിക്കുക, അതേ ഉള്ളൂ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇത് വെച്ചിട്ട് ഒരുമിച്ച് കളിക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. ഇത് വെച്ചിട്ട് ഒരുമിച്ച് കളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതേ പറയത്തുള്ളൂ, വേറൊന്നും പറയില്ല. ഇങ്ങനെ ആൾക്കാർ പറഞ്ഞ് ഞങ്ങള് ഓരോരുത്തന്മാർ പറയുന്നുണ്ടായിരുന്നു നമ്മൾ മറ്റേ ഡയോസിന്റെ എൻട്രി കട്ട് ഓഫ് ചെയ്തേക്കാണ് ഇവിടെ. ഇതൊന്നും അല്ല ഗൈസ് റീസൺ. ഈ കട്ട് ഓഫ് ഒന്നും അല്ല റീസൺ. ഇങ്ങനെ ബാക്കിൽ കൂടെ നമ്മളെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ലൈവ് വരുമ്പോൾ മാത്രം ഞാൻ മുഖത്ത് നോക്കി എങ്ങനെ ചിരിച്ചു കാണിക്കും? ഇത് ഒരു വട്ടമൊന്നും അല്ല, ഇതിപ്പോ കുറെ ദിവസമായിട്ട് സംഭവിക്കുകയാണ്, മനസ്സിലായോ? ഇതിപ്പോ കുറെ ദിവസമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, അത്രേ ഉള്ളൂ. എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വട്ടമാണെങ്കിൽ പോലും ദാമുവിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ സ്പീഡ് ഡയറക്റ്റ് ആയിട്ട് ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വിട്ടൊരു കാര്യമാണ് ഞാൻ. അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിൽ ഇത്രയും ഫ്രസ്ട്രേഷൻ കിടപ്പുണ്ട്. ആൻഡ് ഇതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരാള് T47 വീസിൽ വന്ന് പറഞ്ഞായിരുന്നു, എന്താ ആ മൊണ്ണ അടിക്കണം, ആ മൊണ്ണ അടിക്കാൻ കൊതിയാവുന്നു. അത് ഞാൻ ഈ ഇഷ്യൂലൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാള് വന്ന് ആ വീസിൽ വന്ന് പറഞ്ഞു. പക്ഷേ ഇല്ല, കുഴപ്പമില്ലടാ, ഞാൻ നിന്നെ കുറച്ച് എൻ്റെ മനസ്സിൽ നിനക്ക് ഒരു നല്ല ഇമേജും നല്ലൊരു ഇതുമുണ്ട്. കാരണം നിനക്കറിയാം, നിന്നെ ഞാനൊരു അനിയനെ പോലെ കണ്ട് നിൻ്റെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ്. നിനക്കൊരു ബാഡ് ടൈം വന്നപ്പോൾ. അപ്പോൾ ഒബ്വിയസ്ലി വേണ്ട, നിൻ്റെ പേരെനിക്ക് വിളിച്ച് പറയണ്ട, കുഴപ്പമില്ല. അത് നിനക്ക് എപ്പോഴേലും തിരിച്ചറിയണ സമയത്ത് നീ ഓക്കെ ആയാൽ മതി, വേറെ ഒന്നും വേണ്ട. അതെനിക്ക് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് വിഷമമായി. പപ്പടമൊന്നുമല്ല ഗൈസ്, പപ്പടമൊന്നുമല്ല. പപ്പടമൊക്കെ ആണെങ്കിൽ പപ്പടത്തിനടുത്തൊന്നും ഞാൻ അങ്ങനെ ഇരുന്നിട്ടില്ല ഗൈസ്. ഞാൻ പപ്പടത്തിനടുത്തൊന്നും അങ്ങനെ ഇരുന്നിട്ടില്ല. ലാസ്റ്റ് അതൊന്നുമല്ല, പപ്പടമൊന്നുമല്ല. അപ്പോൾ അത് വിട്ടേരെ അല്ലേ. എനിക്കത് അതോട് ഈ അറിഞ്ഞ കൂട്ടത്തിൽ അതോട് അറിഞ്ഞപ്പോൾ എനിക്കത് നല്ല വിഷമമായി. അപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ, എനിക്ക് ഈ ഓൺലൈൻ വന്നിട്ട് ഇങ്ങനെ ഇത് മറ്റേ നന്മ പറയണതിനോട് എനിക്ക് താല്പര്യമില്ല. സോ റെസ്പോൺസിബിലിറ്റി രണ്ട് സൈഡിലും ഉണ്ട്. TVയുടെ സൈഡിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഉപദ്രവം ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പറ, ഞാൻ നിർത്തിക്കും അത്. ഇറ്റാച്ചിലൊന്നും ഒരു കൺസിഡറേഷനും ഇല്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലേ ഗൈസ്. അതൊക്കെ വിട്ട ഓരോരുത്തരുടെ പേര് പറഞ്ഞ് നിങ്ങൾ ഇതാക്കാനാണെങ്കിൽ പിന്നെ ഞാൻ അതാ പറയണേ. TVക്കകത്ത് ആരെങ്കിലും നിങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ, ഞാനത് നിർത്തിക്കും. പകരം നിങ്ങൾക്ക് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പോൺസിബിൾ ആണ്. നമ്മളെ ഇതിനോട് വേറെ ഗ്യാങ്ങുകളിൽ ചേർന്നിരുന്ന് ഇങ്ങനെ പറയുന്നതും ബാക്കി കാര്യങ്ങളും ഇതാക്കുന്നതിനോട് റെസ്പോൺസിബിൾ ആണ്, മനസ്സിലായി? അതിപ്പോൾ ഈ സുനിമോൻ്റെ ലൈവ് ത്രൂ, മറ്റേ ചരണിൻ്റെ ഇഷ്യൂ, ഫ്ലഫിയുടെ ടർഫില്ല എന്നുള്ള പുച്ഛിച്ച ചിരി, ഇങ്ങനെ ഓരോ മൈന്യൂട്ട് സാധനങ്ങളാണെങ്കിൽ പോലും ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കണ്ടന്റായിട്ട് അപ്ലോഡും ചെയ്യുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. ഓക്കെ, എനിക്ക് ഇത്രയൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഇതാക്കിക്കണമെന്നുണ്ടായിരുന്നു. ആൻഡ് ഇത് ആരുടെയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങൾ ഇതിനെ മറ്റേ ഇത് ചെയ്യുന്ന ആൾക്കാർ ചാറ്റിലുണ്ടാവും. അത് എനിക്ക് ഉറപ്പാണ്. T47 ആൾക്കാർ VCയിൽ ഇരുന്ന് കാണുമ്പോൾ അവർ തന്നെ കമൻ്റ് ഇടുന്നതാണ്. സോ അവർ പറയും, ഇത് ഇൻബോക്സിൽ പറഞ്ഞതല്ലേ, അവിടെ പറഞ്ഞതല്ലേ, അവരുടെ VC പറഞ്ഞതല്ലേ. എടാ, ഇത് മാനസിക അസുഖമാണ്. ഇത് ലിറ്ററലി ഒരു മാനസിക അസുഖമാണ്. ഞാനൊക്കെ ഗെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യും, അല്ലാതെ അവരുടെ പേഴ്സണൽ, അവരുടെ മറ്റേ ഫോട്ടോയും ഡീറ്റെയിൽസും അച്ഛൻ്റെയും അമ്മയുടെയും പേരൊക്കെ എടുത്തു വെച്ച് രാത്രിയിലിരുന്ന് ട്രോൾ ഉണ്ടാക്കി ആ സമയത്ത് നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാടാ? എനിക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട്, നിർത്തിപ്പോടാന്ന്. അവൻ്റെ പേര് അപ്പീന്ന്. തന്തയുടെ ചെലവിനാണല്ലോ ഞാൻ അത് ഞാൻ എന്തോ പറഞ്ഞോണ്ടിരുന്നേ. അപ്പോൾ ഇത് ജനറലൈസ് ചെയ്യരുത് പ്ലീസ്. ഇതെല്ലാവരും ചെയ്യുന്നതാണെന്ന് ജനറലൈസ് ചെയ്യരുത്. ഞങ്ങളുടെ TVക്കകത്ത് ഒരാളും
ഈ പറയണത് പോലത്തെ ആൾക്കാരുടെ ഫോട്ടോ എടുത്തു വെച്ച് റിയൽ ലൈഫിലെ ഫോട്ടോയും അതൊന്നും എടുത്തു വെച്ച് അപരാധിക്കാറില്ല. ഓക്കെ, അതാദ്യം മനസ്സിലാക്കണം. ഇത് ജനറലൈസ് ചെയ്യാൻ എൻ്റെ അടുത്ത് വരരുത്. ജനറലൈസ് വന്നാൽ ഒന്ന് തുപ്പിത്തരും. വേറെ ഇത് അല്ലാതെ വേണം എന്തോ ഇതായിട്ട് പറഞ്ഞോ, ജനറലൈസ് ചെയ്യരുത്. അത് ജനറലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് ഒരു താല്പര്യവും ഇല്ല. അപ്പം ഈ കാര്യങ്ങളൊക്കെ സോൾവ് ആവാതെ എനിക്ക് ഒരുമിച്ച് കളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. നല്ല ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കളിക്കാൻ ഇവിടെ വന്നിട്ട് ഓൺലൈനിൽ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നെങ്കിൽ എക്സലാൻഡിസി വന്ന് കളിക്കായിരുന്നു എന്ന് പറയുന്നതിനോടാണ് എനിക്ക് താല്പര്യമില്ലാത്തത്. കാരണം റീസെൻ്റ്ലി ഞാൻ കുറേ കമൻസ് ഒക്കെ കണ്ടായിരുന്നു. അവർക്ക് പ്രശ്നമില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്താ ഗൈസ് ഒരു മിനിറ്റ്, ഞാൻ സിറ്റിയിലോട്ട് ലോഡാക്കും. ഒരു സെക്കൻഡ് വെയിറ്റ്. അവർക്ക് പ്രശ്നമില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എക്സലാൻഡിസി പോയി കളിച്ചേനെ എന്നുള്ളൊരു കാര്യം ഇങ്ങനെ പറയണ കേട്ടായിരുന്നു. മനസ്സിലായ? അതാണ് അതിനോടാണ് എനിക്ക് താല്പര്യം ഇല്ലാത്തത്. അപ്പൊ അതിലൊരു റീസൺ ഇല്ല. അതിൽ ഈ പറയണത് പോലെ ഇതല്ല റീസൺ. ഞാൻ ഇവരെ എന്തിന് കട്ട് ഓഫ് ചെയ്യണം ഗൈസ്? എനിക്ക് ഇവരോട് താല്പര്യം ഇല്ലെങ്കിൽ ഒക്കെ സ്ട്രെയിറ്റ് ഫേസ് നിങ്ങളോടങ്ങ് പറഞ്ഞാൽ പോരെ താല്പര്യം ഇല്ലെന്ന്. എന്തിനാ ഞാൻ ഇത്രയും വളച്ചൊടിക്കുന്നേ? അതിന്റെ ആവശ്യം ഇല്ലല്ലോ ലിറ്ററലി. അപ്പൊ അവിടെ ഞാൻ ചോദിക്കുന്നേ, അല്ലാതെ നമ്മുടെ താല്പര്യം ഇല്ലായ്മ കൊണ്ട് മാത്രമല്ല അവരിവിടെ വന്ന് അതായത് അവരിവിടെ വന്ന് അവരെ താല്പര്യം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. മനസ്സിലായോ? ഇങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതെനിക്കൊന്ന് പറയണം എന്ന് തോന്നി, അത്രേ ഉള്ളൂ. വേറെ അതിൽ കൂടുതലൊന്നുമില്ല. ഫേസ് ക്യാമറ